السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، وأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: بعثت لأتمم مكارم الأخلاق. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, മഹാന്മാരായ ഉലമാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിവിധ സംഘടനകളിൽ നേതൃത്വം വഹിക്കുന്ന സഹോദരങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, അന്താരാഷ്ട്ര മീലാദ് പരിപാടി ഇന്ന് ഇവിടെ വെച്ച് നടക്കുകയാണ്. നാമൊക്കെ പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉസ്താദ് അടക്കമുള്ളവരൊക്കെ എത്തും. വിവിധങ്ങളായ പരിപാടികളൊക്കെ നടക്കും. അതിൻ്റെ മുന്നോടിയായി അല്പം ചില വാക്കുകൾ മാത്രം ഞാൻ സംസാരിക്കുന്നുള്ളൂ. ലോക മുസ്ലിമീങ്ങൾ ഉള്ള രാജ്യങ്ങളിലൊക്കെ പണ്ട് മുതൽ ഇന്നേ വരെ നടക്കുന്ന സംഗതിയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് മാസമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ അവിടുത്തെ ഗുണങ്ങൾ ധാരാളം പറയുകയും നബിത്തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ശീലമാക്കിയ ഒരുപാട് സുന്നത്തുകൾ, നബി ചര്യകൾ ജനങ്ങളെ അറിയുന്നതിന് വേണ്ടി, ജനങ്ങളെ തരിപ്പെടുത്തിക്കൊടുക്കാനും ബോധ്യപ്പെടുത്തി കൊടുക്കാനും വേണ്ടി ഈ മാസം വരുമ്പോൾ ലോകത്തെവിടെയും ഉള്ളൊരു സംഗതിയാണ് മീലാദ് പരിപാടി. ഇവിടെ മാത്രമല്ല, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട്. ഈജിപ്തിൽ ഒരിക്കൽ ഈ പരിപാടിയിൽ ഉസ്താദിൻ്റെ കൂടെ വിനീതനായ ഞാനും പങ്കെടുത്തു. അന്ന് ആ സദസ്സിന് സ്വാഗതം പറഞ്ഞത് ഈജിപ്തിലെ അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ലോകരാഷ്ട്രങ്ങളിൽ 67 രാഷ്ട്രങ്ങൾക്ക് ഞങ്ങൾ കത്ത് കൊടുത്തതിൽ 65 രാഷ്ട്രങ്ങൾ ഇവിടെ പങ്കെടുത്തു. 2 രാഷ്ട്രക്കാർ മാത്രം പങ്കെടുത്തില്ല. അവരുടെ പേരും പറഞ്ഞു. അപ്പം 65 രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം, അവിടുത്തെ സ്വകാര്യ ജീവിതം തൊട്ട് പൊതുജനങ്ങളിൽ എങ്ങനെ ഭരിക്കണം എന്നത് വരെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തൊരാളും ആ പഠിപ്പിച്ച കാര്യങ്ങളെ എതിർത്ത് പറഞ്ഞിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം ലോകത്തുണ്ടായവർക്കെല്ലാം കഴിഞ്ഞ കാലത്തുണ്ടായതും ഇപ്പോഴും നിലനിൽക്കുന്നതും എന്തെങ്കിലും
കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഉണ്ടാക്കിയതല്ല. എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളോ ഭീകരപ്രവർത്തനങ്ങളോ നടത്തി ഇസ്ലാമിനെ ഒരു കൂട്ടർക്ക് അടിച്ചേൽപ്പിച്ചതും അല്ല. എന്നാൽ നിങ്ങൾ ഒരു കാരണവുമില്ലാതെ വെറുതെ അങ്ങോട്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ കൂടി. അങ്ങനെയുമല്ല. പിന്നെയോ ഇസ്ലാം ലോകത്ത് എന്ന് മുതൽ ഉണ്ടോ അന്ന് മുതൽ ഇന്ന് വരെ, അതായത് അമ്പിയാക്കളെ അള്ളാഹു നിയോഗിച്ച അന്ന് മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെയാണ് ആ പ്രവാചകന്മാരുടെ അന്ത്യം. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ ആ കാലങ്ങളിലൊന്നും മുഹമ്മദ് നബി അടക്കമുള്ള പ്രവാചകരിൽ അതത് കാലത്തെ ജനങ്ങളെ വിശ്വസിച്ചു വന്നത് എന്തുകൊണ്ടായിരുന്നു? ജനങ്ങളിൽ രണ്ട് വിധക്കാർ എല്ലാ കാലത്തുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ നിഷ്പക്ഷമതികളാണ്. അവർക്ക് മർക്കടമുഷ്ടിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം എന്ന വാദമോ അങ്ങനെയൊന്നുമില്ല. അവർ കാര്യമായി ആ കാര്യങ്ങൾ വിലക്ക് എടുത്ത് അത് നമുക്ക് തള്ളാൻ പറ്റില്ല എന്ന് 100% ബോധ്യപ്പെട്ടു. അപ്പർ സ്വീകരിച്ചു. അങ്ങനത്തെ ഹക്കായ ഒരു മതമാണ് ഇസ്ലാം മതം എന്നവർ കണ്ടെത്തി. ഒന്ന്, ഈ പറഞ്ഞ പോലെ സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ അവരോട് അടുത്ത് നിൽക്കുന്ന ആ ജനങ്ങളുമുണ്ട്, നിഷ്പക്ഷമതികളാണ്. അവരെടുത്ത് മുൻകൂർ തീരുമാനമൊന്നുമില്ല. നിഷ്പക്ഷമതിയായി ആ മതത്തെപ്പറ്റി, ആ മതം കൊണ്ടുവന്ന പ്രവാചകനെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ, പിതാവിൻ്റെ കുടുംബവും മാതാവിൻ്റെ കുടുംബവും, ആദ്യം മുതൽ ഇന്ന് വരെയുള്ള ആ കുടുംബത്തിൻ്റെ ശൈലി, അവരുടെ സ്വഭാവം, അവരുടെയൊക്കെ വ്യക്തിത്വം, ഇതെല്ലാം പഠിപ്പിക്കാൻ പറ്റിയ രീതിയിൽ വളരെ എല്ലാവർക്കും അറിയുന്ന സംഗതിയായിരുന്നു അവിടെ ചരിത്രങ്ങൾ. ഇത് മുഹമ്മദ് നബിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മാത്രം എഴുതപ്പെട്ട ചരിത്രങ്ങൾ ആ കാലത്തിൻ്റെ തൊട്ടടുത്ത്, മുഹമ്മദ് നബി വന്നതിൻ്റെ തൊട്ടടുത്ത കാലം തന്നെ എഴുതപ്പെട്ട ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ആ ചരിത്രത്തിൽ ആരൊക്കെയാണ് ആ ചരിത്രം പറഞ്ഞത്? ആ പറഞ്ഞവരുടെല്ലാം അവർ വിശ്വസ്തരോ അല്ലയോ? അവരിൽ വല്ല ന്യൂനതയും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയുള്ള സംഗതികളെല്ലാം പറയുന്ന ദീർഘമായ മത ഗ്രന്ഥങ്ങൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിൻ്റെ മുമ്പുള്ള ആ ചരിത്രങ്ങൾ അത് തന്നെ ദീർഘമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് സാലിഹി റയീസ് തങ്ങൾ എഴുതിയ സുബുലുൽ ഹുദാ വർ റസാദ് 13 വാല്യങ്ങളുള്ള 1000-ഓളം പേജ് വരുന്ന 13 വാല്യങ്ങളുള്ള ഒറ്റ ഗ്രന്ഥമാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ ചരിത്രമാണ്. ധാരാളം ചരിത്രമൊന്നും അതിൽ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. മഗ്‌രിബിന് സമയമായി തുടങ്ങിയെന്ന് നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെ നബി തങ്ങളുടെ ചരിത്രങ്ങൾ മുഴുവൻ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ, വാല്യക്കണക്കിന് ഉള്ള ഗ്രന്ഥങ്ങൾ വേറെയും ഉണ്ട്. എത്ര ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ മുഴുവൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം 100% ബോധ്യപ്പെടാൻ പറ്റുന്ന തെളിവുകൾ അടക്കമുള്ള മഹൽ ഗ്രന്ഥങ്ങളാണ്. അങ്ങനെ നിഷ്പക്ഷമതികളായ ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ ആ ചരിത്രം കണ്ടവരും നേരിട്ട് കേട്ടവരുള്ള പിൽക്കാലക്കാർ, ഇന്നത്തെ നമ്മളെപ്പോലുള്ള ആളുകൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ നോക്കാൻ അവർക്ക് നല്ല ബുദ്ധിയുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ എവിടെയും കിട്ടുന്ന ഗ്രന്ഥങ്ങളാണ്. ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാവർക്കും ബോധ്യപ്പെടും മുഹമ്മദ് നബി എന്ന പ്രവാചകൻ ആരാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വഴി. ഇത് അന്നത്തെ ജനങ്ങളുടെ കേട്ടുകേൾവി കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ മറ്റൊരു കൂട്ടർ ഏതു കാലത്തും ഉണ്ടാവും, എല്ലാ വിഷയവും അവർ നിഷേധിക്കും. എപ്പോഴും അവർക്ക് മുട്ടുകുത്തിക്കും വിധത്തിലുള്ള വായടപ്പം തന്നെ കൊടുക്കണം. എന്നാൽ അങ്ങനത്തെവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മുഅ്ജിസാത്ത് എന്ന് പറയുന്ന തെളിവിടം അല്ലാഹു തആല എല്ലാ അമ്പിയാക്കൾക്കും കൊടുത്തു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അങ്ങനെ അവരുടെ നുബുവത്ത് 100% ഉറപ്പിക്കാൻ പറ്റുന്ന തെളിവോടുകൂടെ അള്ളാഹു അയച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി. അപ്പം ഇന്ന് ചില ആളുകളൊക്കെ ഭൗതിക പഠനം നടത്തുകയായിരിക്കും, എന്നിട്ട് എന്തെങ്കിലും ചില ചോദ്യങ്ങൾ വിട്ട് ഇസ്ലാമിനെ അതുകൊണ്ട് തറപറ്റിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ വിഡ്ഢിത്വമാണത് എന്ന് അല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതുകൊണ്ട്